ഇന്ന് ഗുരുപൗർണിമയാണ്. ഗുരു എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ആ ഗുരു എവിടെ ഇരിക്കുന്നു? ആരുടെ ഗുരു? ആരാണ് ഗുരു? എപ്പോഴാണ് ഒരു ഗുരുവിനെ ലഭിക്കുന്നത്? അതിനെന്താണ് മാർഗമെന്നൊക്കെ നമുക്ക് ചിന്തയുണ്ട്. എന്നാൽ ആ ഗുരു എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക. നിങ്ങളുടെ സ്വരൂപം തന്നെയാണ് ആ ഗുരു. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മം. ആ പരബ്രഹ്മം തന്നെയാണ് ഗുരു. ആ പരബ്രഹ്മം തന്നെയാണ് തന്നിൽ ഞാനായിട്ടിരിക്കുന്നതും തന്നിൽ താനായിട്ടിരിക്കുന്നതും. അതെല്ലാം സ്വാഭാവിക ബ്രഹ്മങ്ങളാണ്. എന്നിലെ ഞാനും എന്നിലെ താനും ഈശ്വരനും എല്ലാം സ്വാഭാവിക ബ്രഹ്മങ്ങളാണ്. നിരുപാധികം എന്ന് പറയുമ്പോഴാണ് ബ്രഹ്മം, ശുദ്ധ ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് എല്ലാവരുടെയും ഗുരുവായിട്ടിരിക്കുന്നത്. ആർക്കാണോ ഈ വസ്തുത തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് എന്നുള്ള ഒരാവശ്യം വരുന്നത്, അപ്പോൾ ആ ഗുരു താനേ വെളിപ്പെടും. എല്ലാവരും ഏകനാഥ റാനഡേക്ക് ആണെങ്കിൽ വിവേകാനന്ദ മണ്ഡപമൊക്കെ ഒരുക്കിയ റാനഡേക്ക് ആകാശവാണിയിലൂടെയാണ് ഇന്ന സ്ഥലത്ത് പോയി ജനാർദ്ദൻ പന്ത് എന്ന് പറയുന്ന ആളിനെ കാണുക എന്നുള്ള ഒരു അശരീരി കിട്ടി. അതനുസരിച്ച് അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് പല തരത്തിലാണ് ഓരോരുത്തർക്കും ഗുരുക്കന്മാർ വന്നു ചേരുന്നത്. ആ ഗുരുവിലൂടെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു മന്ത്രം നിങ്ങൾ വായിച്ചു കാണും. യഥാ സിദ്ധരസ സ്പർശ താമ്രം ഭവതി കാഞ്ചനം ഗുരുപദേശ ശ്രവണ ശിഷ്യ തത്വമയോ ഭവതി. ചെമ്പ് ഏതു പ്രകാരമാണോ ആ രസമണിയുടെ സ്പർശത്താൽ സ്വർണമായി തീരുന്നത്, അല്ലെങ്കിൽ പച്ച ഇരുമ്പ് സ്വർണമായി തീരുന്നത്, അതുപോലെ ഗുരുപദേശ ശ്രവണാൽ, ഗുരുവിൻ്റെ ഉപദേശ ശ്രവണത്തിലൂടെ, സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് തത്വമയനായി തീരാൻ സാധിക്കും. തത്വമയത എന്ന് പറയുന്നത് എന്താണ്? തത്വമസി, നീ അതാകുന്നു. ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന അതിനെ തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനാവസ്ഥ. ആ അവസ്ഥയിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. കർണാടകയിൽ ഒരാൾ മണ്ണിനടിയിൽ കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ ചെങ്കൽച്ചുള്ള ഓടയ്ക്കകത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിലുള്ള ഓടയ്ക്കകത്ത് പെട്ട് അവിടുന്ന് ആ ശ്രീ ചിത്ര ഹോമിൻ്റെ പുറകുവശത്തുള്ള തോട്ടിൽ പൊങ്ങി ജോലി. അതൊക്കെ വിധിക്കനുസരിച്ച് നടക്കുന്നതാണ്. ഓരോരുത്തരുടെയും ജീവിതം എപ്പോഴാണോ തീരേണ്ടതായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും തീർന്നിരിക്കും. ഈ പറയുന്ന സ്വാമിയുടെ ആയാലും ശരി, ഇന്ന് പത്രത്തിൽ കണ്ടു ഏതോ ഒരു ഗവൺമെൻറ്റിലെ ഒരു അമ്മ തൂങ്ങി മരിച്ചു. ഗവൺമെൻറ്റിൽ കർണാടകയിലെ ലോറിയുമായിട്ട് പോയ ഒരാൾ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി സൈന്യത്തെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെയും അവസ്ഥ അതുതന്നെയാണ്. വലിയ ഗൗരവത്തിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ആളുകൾ അടുത്ത നിമിഷത്തിൽ ഉണ്ടായി എന്ന് വരില്ല. ഏത് സമയത്താണ്, ഏത് നിമിഷത്തിനാണ് ആ ജീവൻ പിരിയേണ്ടതായിട്ടുള്ളത്, അതൊക്കെ കൃത്യമായിട്ടും ഓരോരുത്തരുടെയും ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ കുവൈറ്റിലേക്ക് പോയ ഒരു കുടുംബം നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്. മാത്യൂസ് വർഗീസ്, ഭാര്യ ലിനി, ഐസക്, ഐറിൻ, 2 മക്കൾ, 4 പേര് ആലപ്പുഴയിലുള്ളത്. കുവൈറ്റിലേക്ക് പോയി 4 മണിക്ക് കുവൈറ്റിലെത്തി, ഇറങ്ങി ക്ഷീണിച്ച്
മുറിക്കകത്ത് കെട്ടിടത്തിനകത്ത് കയറി കിടന്നു. 8 മണിയായപ്പോൾ 4 പേരും മരിച്ചു. കെട്ടിടം തീ പിടിച്ചു. ആ കെട്ടിടത്തിനകത്ത് കിടന്ന് മരിച്ചു. ഇവിടുന്ന് പോയതാണ്, ലീവ് കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ജീവിതം തീരുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിനാണിത് പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന ഈ കാര്യം ഒരു നിമിഷം പോലും പാഴാക്കാതെ ഏതൊരാളാണോ തന്നിൽ സ്ഥിരപ്പെടുത്തുന്നത്, അതിന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ യാതൊരു അന്തഛിദ്രവും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഉണ്ടാവുകയുമില്ല. എങ്ങനെയാണോ നിങ്ങൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സത്സംഗത്തിലൂടെ കിട്ടുന്ന ഈ അറിവിനെ ഒരു നിധിയായിട്ട് തന്നിൽ സംഭരിച്ച് തന്നിൽ തന്നെ ഉണ്ടായിട്ടും താൻ അറിയാതിരിക്കുന്ന ആ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ബോധവാനായി സദാ അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, സഹ അഹം സോഹം 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 ശിവം, ആ മംഗളസ്വരൂപം, അതാണ് ശിവം. ആ ശിവം പിരിഞ്ഞാൽ ഈ ശരീരം എന്താ? ശവം. അതിരിക്കുമ്പോൾ ശിവം. അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ശിവം. എന്താ അർത്ഥം? മംഗളസ്വരൂപം. അത് പിരിഞ്ഞാൽ അമംഗളസ്വരൂപം. നമ്മളെല്ലാം ഇപ്പോൾ മംഗളസ്വരൂപമായിട്ടിരിക്കുകയാണ്. ആ മംഗളസ്വരൂപമാണ് ശിവം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നാണ് നിങ്ങൾ ഇവിടെ കഴിഞ്ഞ 48 49 പ്രഭാഷണമായി ഈ പ്രഭാഷണങ്ങളിൽ കൂടി മുഴുവനും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതുമാത്രം. ഇതാണ് അറിയേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ജാഗ്രത അവസ്ഥയിൽ കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അതിന് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നദർശിയെയും കണ്ടുകൊണ്ടിരിക്കുന്ന അതിന് സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ആ സാക്ഷി സ്വരൂപം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് സദാസമയത്തും നിങ്ങൾ ആ അറിവ് നിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തണം. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ഇല്ലാതെ ഈ വേഷം കേട്ട് നടക്കുന്ന ഒന്നും സ്പിരിച്വാലിറ്റി അല്ല. ഇതൊക്കെ ഓരോരോ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ദുർബലന്മാർക്ക് വേണ്ടി. സ്വാമി ദുർബലനാണോ? അങ്ങനെ ആയിരിക്കാം. കാരണം നമ്മൾ വേലി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് മദ്യം ഒക്കെ കള്ളുഷാപ്പിലൊക്കെ കയറുന്ന ഒരാളാണെങ്കിൽ ഈ വസ്ത്രം ഇട്ട് കഴിഞ്ഞിട്ട് സന്യാസിയായി കഴിഞ്ഞിട്ട് ഈ സന്യാസ വേഷത്തോടുകൂടി കള്ളുഷാപ്പിലേക്ക് കയറാൻ ഒരു അറപ്പുണ്ടാവും. ചുറ്റുമൊക്കെ നോക്കും. മറ്റേ നല്ല ചുറ്റുമൊക്കെ നോക്കിക്കൊണ്ട് 100 മൈൽ സ്പീഡിലങ്ങ് കയറും. പക്ഷേ ഈ വേഷം ഇട്ടിരിക്കുന്ന അവസരത്തിൽ അതുപോലെ ഒളിച്ചും പതുങ്ങിയും കയറാൻ കഴിയുന്നില്ല. അതിനൊരു പ്രൊട്ടക്ഷൻ, വേലി കെട്ടിയിരിക്കുന്നത് പോലെ. രാമകൃഷ്ണദേവൻ അങ്ങനെയാണ് പറയുന്നത്. ഒരു വേലി കെട്ടിയിരിക്കുന്നത് പോലെ നമ്മളെ സദാ കാത്തു സൂക്ഷിക്കുന്നു. അതിനു വേണ്ടിയാണ് ഈ വേഷം. അല്ലാതെ ഈ വേഷം കെട്ടിയാൽ ഉടനെ തന്നെ ആത്മസാക്ഷാത്കാരം കിട്ടും എന്ന് കരുതരുത്. ആ മാർഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ചിട്ടയായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം, ഒരു ഉപായം, അതാണ് ഈ കാഷായ വസ്ത്രത്തിൻ്റെ ഉപയോഗം, ഗുണം. ആ ഇട്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ശ്രദ്ധ ആ ഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കത്തക്കവണ്ണം അവനെ അത് കാത്തു സൂക്ഷിക്കുന്നു. സദാ തെറ്റിലേക്ക് പോകാതെ അവനെ തന്നെ അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആ നിയന്ത്രണം അവന് സദാ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതില്ലാതെ തന്നെ ആ നിയന്ത്രണം നിങ്ങളിൽ നടപ്പാക്കാൻ കഴിയുമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുർബലന്മാർക്കാണെന്ന്. നിങ്ങൾ ലൗകികത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ കേൾക്കുന്ന അറിവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് നിലനിർത്താൻ സാധിക്കുമെങ്കിൽ ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല,
ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസൽമാനെന്നുമൊക്കെ അഭിമാനിച്ചു നടക്കുന്ന ഈ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യമാണോ ഓരോരുത്തരുടെയും ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, ആ പ്രകാശ സ്വരൂപമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതിനെയാണ് സാക്ഷി ചൈതന്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം അതെവിടുന്നാണ് കിട്ടുന്നത്? ഗുരുമുഖത്തിൽ, സത്സംഗത്തിലൂടെ. അതുകൊണ്ടാണ് ഭജഗോവിന്ദൻ പറയുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ നിശ്ചലതത്വം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപം, അത് നിശ്ചലതത്വമാണ്. എന്തുകൊണ്ടാണ് നിശ്ചല തത്വം എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചത്തിലുള്ള സൂര്യനെയും സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഇതര ഗോളങ്ങളെയും ചേർത്ത് നിർത്തി അവിടെയൊക്കെ ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അതുകളിലെല്ലാം ഉള്ള സർവ ജീവനെയും നിലനിർത്തിക്കൊണ്ട് ഇരിക്കുന്ന ആ ചൈതന്യം, പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അത് നിങ്ങളുടെ ഉള്ളിൽ കൂടിയും കടന്നു പോകും. അതിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ബോധിച്ച്, ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, മത്തഃ പരതരം ന അന്യൻ കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായുവ. ഒരു സൂത്രത്തിൽ കോർത്തിരിക്കുന്ന മണിഗണങ്ങൾ പോലെ മുത്തുമണികൾ ഏതു പ്രകാരമാണോ ഒരു ചരടിൽ കോർക്കപ്പെട്ടാൽ ആ മുത്തുമണികളെ എല്ലാം ചരടിൽ കോർക്കണക്കി ഒരു മാലയാക്കി നിലനിർത്തുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവ ജീവരാശികളെയും അണ്ഡകടാഹത്തിലുള്ള സർവ ജീവരാശികളെയും ഈ സൗരയൂഥത്തിലുള്ള സൂര്യനും സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന എല്ലാ ഗോളങ്ങളെയും കൂടെ ചേർത്ത് ഈ സൂര്യൻ്റെ അപ്പുറത്ത് ഉള്ള ഗോളങ്ങളെ കുറിച്ച് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും സൂര്യനെയും സൂര്യനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെയും അവയുടെ ഉപഗ്രഹങ്ങളെയും ഒക്കെ ചേർത്ത് ആണ് സൗരയൂഥം എന്ന് പറയുന്നത്. ആ സൗരയൂഥത്തിൽ എവിടെയെല്ലാം ജീവനുണ്ട് എന്ന് ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഭൂമിയിലുണ്ട്, നമ്മളത് അറിയുന്നു. ചൊവ്വയിലൊക്കെ പോയി പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നറിഞ്ഞുകൂടാ. സൂര്യൻ വെളിയിൽ. അപ്പോൾ നമ്മൾ സൂര്യനും സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ചേർത്ത് സൗരയൂഥം എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള സൂര്യന്മാർ കോടാനുകോടിയുണ്ട്. ആ ഓരോ സൂര്യനും ഓരോ സൗരയൂഥമാണ്. ആ സൂര്യനെ ചുറ്റി ഇതുപോലെ നമ്മുടെ സൂര്യനെ ചുറ്റി ഏതെല്ലാം തരത്തിലുള്ള ഗോളങ്ങളുണ്ടോ അതുപോലെ എല്ലാത്തിലും ഉണ്ട്. അവിടെ എവിടെയൊക്കെ ജീവജാലങ്ങളുണ്ട്, മനുഷ്യരുണ്ട് എന്നൊന്നും നമുക്കറിഞ്ഞില്ല. അതുകൊണ്ടാണ് അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാൻ ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് കവി വർണ്ണിച്ചിരിക്കുന്നു. നമ്മളിവിടെ ഇരുന്നോട് പറയുന്നത് ഈശ്വരൻ ഇല്ല. എന്തറിഞ്ഞിട്ടാ പറയുന്നത്? നിനക്ക് ഈശ്വരനെ കുറിച്ച് എന്തോ അറിയാം. ഇല്ല. അത് മാത്രം പറയാനറിയാം. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ പറയുന്നു, അവൻ്റെ മൂത്ത ആളുകൾ പറയുന്നത് കണ്ട് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാതെ അതൊക്കെ തലച്ചോറ് പണയം വെച്ച് നടക്കുന്ന പാർട്ടികൾ. സ്വയം വിചാരം ചെയ്ത് തിരിച്ചറിയൂ, ആ ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭഗവത്ഗീത. നിങ്ങളുടെ ഉള്ളിലിരിക്കുകയല്ലേ ആ ഈശ്വരൻ. വേറെ ഈശ്വരനില്ല. നിങ്ങൾ ഏതെല്ലാം പേരുകളിൽ ഏതെല്ലാം ഈശ്വരനെ ആരാധിക്കുന്നു അതെല്ലാം മനുഷ്യ സൃഷ്ടികളാണ്, മനുഷ്യ കൽപ്പനകളാണ്. അതൊന്നും ഈശ്വരനല്ല. അതൊക്കെ മനുഷ്യ സൃഷ്ടങ്ങളായ കൽപ്പനകൾ മാത്രമാണ്. ഈശ്വരൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവരവരുടെ സ്വരൂപമായിട്ട് സദാ കുടികൊള്ളുന്നു, തന്നിലെ താൻ. പക്ഷേ നമ്മളെല്ലാവരും ഞാനായിട്ട്, കുട്ടപ്പനായിട്ടും ഗോപാലകൃഷ്ണനായിട്ടും ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടും മുസൽമാനായിട്ടും നമ്മളെ ചുരുക്കി പൊതിഞ്ഞ് കെട്ടി വച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ചത്തുപോവുകയും ചെയ്യുന്നു. എത്രയോ പ്രാവശ്യം ചത്തുപോയിരിക്കുന്നു.
അങ്ങനെ ചത്തുപോയാൽ എന്താ ഉണ്ടാകുന്നത്? വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഡരേ ശയനം. നിരന്തരം ഇങ്ങനെ ജനിമൃതികളിൽ, അതിനെയാണ് സംസാര സാഗരം എന്ന് പറയുന്നത്. സംസാര സാഗരത്തിൽ ഭൂമിയും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള അറുതി വരുത്താൻ വേണ്ടിയാണ് ഈ സത്സംഗം. യു ക്യാൻ പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ഹിയർ. ഈ ജന്മത്തിൽ, മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനി ജന്മമില്ല എന്നുള്ള നിലയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ ഉയർത്താൻ സാധിക്കും. ഉയർത്തണം. ഇല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ മല്ലപിള്ള ആനമുട്ടിക്കൊള്ളുന്ന കഥയൊന്നും അല്ല പറയുന്നത്, ആ തത്വം മാത്രം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതില്ലെന്ന് ആർക്കെങ്കിലും പറയാനൊക്കുമോ? അതില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ കോർപ്പറേഷനിൽ വിളിച്ചടിക്കണം, കൊണ്ടുപോയി കുഴിച്ചു മൂടണം. ശവം. ആ ശിവം എന്നിലില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശവം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ശിവം. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ജാഗ്രത അവസ്ഥയിൽ തിരിച്ചറിവ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതാണ്. എൻ്റെ ഉള്ളിലെ ആ സാക്ഷി ചൈതന്യം, ജാഗ്രത അവസ്ഥയിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അവനെ തന്നിൽ കാണാതെ കാണും. അൽ ഹിലാജ് മൻസൂർ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ പറഞ്ഞു. ഒരു സൂഫി മിസ്റ്റിക്. അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണാനായിട്ട് അദ്ദേഹം ഒരിക്കൽ ജുനൈദ്, അദ്ദേഹത്തിൻ്റെ ഗുരു, ആ ഗുരുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് തിരിക്കാൻ തയ്യാറായി. അപ്പോൾ വീട്ടിലുള്ള കൂട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പരിസരവാസികളും ഒക്കെ കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ ആദരപൂർവ്വം യാത്രയാക്കി ഗുരുവിനെ കാണുന്നതിന് വേണ്ടി. അദ്ദേഹം എല്ലാം വിട്ട് ഗുരുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ജുനൈദിൻ്റെ ആശ്രമത്തിലെത്തി. ജുനൈദിൻ്റെ ആശ്രമത്തിലേക്ക് ചെന്ന് കയറിയപ്പോൾ അവിടെ അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിങ്ങനെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹവും സന്ദർഭം കിട്ടിയപ്പോൾ ഈ അൽ ഹിലാജ് മൻസൂർ അകത്തോട്ട് കയറി അവിടെ നോക്കിക്കൊണ്ട് നിന്നു. കുറേ നേരം നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ജുനൈദ് ഇദ്ദേഹത്തെ നോക്കി പറഞ്ഞു, ഇതിനാ ഈ പുരുഷാരത്തെ കൊണ്ടുവന്നിരിക്കുന്നത്? പുരുഷാരത്തെയൊക്കെ വെളിയിൽ കളഞ്ഞിട്ട് വരും. അൽ ഹിലാജ് മൻസൂർ ചുറ്റുമൊക്കെ നോക്കി. പുരുഷാരം എൻ്റെ കൂടെ ആയിരിക്കുന്നത്? എൻ്റെ കൂടെ പുരുഷാരം ആരും വന്നിട്ടില്ലല്ലോ. നീ കണ്ണടച്ചുകൊണ്ട് നിന്റെ ഉള്ളിലോട്ട് നോക്ക്, അപ്പോൾ നിനക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കണ്ണടച്ചു കുറച്ചു നേരം നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ യാത്രയാക്കിയ ആൾക്കാരും ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒക്കെ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം കണ്ണടച്ചു നിന്നപ്പോൾ ജുനൈദ് ഇടിവെട്ടുന്ന സ്വരത്തിൽ പറഞ്ഞു, ഗെറ്റ് ഔട്ട്, വെളിയിൽ പോവാം, ഇറങ്ങടാ വെളിയിലെന്ന്. അദ്ദേഹം വെളിയിലിറങ്ങി ആ പള്ളിയുടെ മുമ്പിൽ കുത്തി. ഒരു ദിവസം പോലും ഇദ്ദേഹത്തെ അകത്തോട്ട് വിളിച്ചിട്ടില്ല. അദ്ദേഹം കുറേ ദിവസം അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകളൊക്കെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹം ഗുരുവിനെ കാണാനാണ് വന്നത്, പക്ഷേ ഗുരു പുറത്താണ്. ആ പള്ളിയുടെ മുമ്പിൽ തന്നെ അദ്ദേഹം ഇരുന്നു. അപ്പോൾ ഗുരുവിനെ കാണാൻ വരുന്ന ആളുകൾ, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ വിചാരിച്ചു ഇയാൾ ചിലപ്പോൾ ചെരുപ്പ് തുടയ്ക്കാനൊക്കെ ഇരിക്കുന്ന ആളായിരിക്കുമെന്ന് പറഞ്ഞ് ഇയാളുടെ സമീപത്തൊക്കെ ഈ ചെരുപ്പുകളൊക്കെ ഊരിയിടാൻ തുടങ്ങി. അപ്പോൾ ഇയാളെ വിചാരിച്ചു, ആ ശരി, എന്നാൽ ചെരുപ്പ് തുടച്ചു കളയാം എന്ന് പറഞ്ഞ് അയാൾ അവിടെ ചെരുപ്പ് തുടയ്ക്കാൻ 7 മാസം അവിടെ ഇരുന്ന് അയാൾ ചെരുപ്പ് തുടച്ചുകൊണ്ടേയിരുന്നു. അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ദേഷ്യവുമില്ല.
ശാന്തഭാവത്തിലിരുന്ന് ചെരുപ്പ് തുടച്ച് 7 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ലാതിരുന്ന സമയം നോക്കി പാതിരാത്രിയിൽ ഗുരു പുറത്തോട്ട് മൻസൂർ വിളിച്ചു. എന്താ നീ അകത്തോട്ട് വരാത്തത്, അകത്തോട്ട് വരണമെന്ന് ചോദിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മൻസൂർ പറഞ്ഞു, അകത്തോട്ട് വരട്ടെ എന്ന് ചോദിക്കാനുള്ള ഞാനും എന്നിൽ ഇല്ലാതായി. അകത്തോട്ട് വരട്ടെ എന്ന് ചോദിക്കാനുള്ള എന്നിലെ ഞാനും ഇല്ലാതായി. ഈ 7 മാസം കൊണ്ട് വളരെ ശാന്തഭാവത്തിൽ അവിടെ ഇരുന്ന് ഒരു ചിന്തയും ഇല്ലാതെ, ചിന്തയറ്റ നിലയിൽ 7 മാസം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അയാളിലെ ഞാൻ ഭാവം പൂർണ്ണമായിട്ടും അസ്തമിച്ചു. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മാറ്റമുണ്ടായത്? അത് ആദ്യ ദിവസമൊക്കെ എനിക്ക് വലിയ ദേഷ്യമായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. ആ ദേഷ്യം കഴിഞ്ഞ് കുറേ ദിവസം ദേഷ്യമായിരുന്നു. ആ ദേഷ്യത്തോടു കൂടി തന്നെ ഞാൻ ഇരുന്നപ്പോൾ അത് പ്രതികരിക്കാനൊന്നും തയ്യാറായില്ല. അത് കഴിഞ്ഞ് സങ്കടമായിട്ട് മാറി, ദേഷ്യം സങ്കടമായിട്ട് മാറി. അതിനും ഞാൻ വികാരപ്പെട്ടില്ല, അതിനെയും ഞാൻ പരിഗണിച്ചില്ല. ആ ദേഷ്യവും സങ്കടവും ഇങ്ങനെ കുറേ ദിവസങ്ങൾ നീണ്ടുനിന്ന് അവസാനം ശാന്തത കൈവന്നു, ശാന്തിയായി, സമാധാനമായി. അവസാനം 7-ാം മാസമായപ്പോൾ പൂർണ്ണ ശാന്തി തന്നിലെ താൻ വരെ ഒഴിഞ്ഞുപോയി. ശാന്തി ശാന്തി ശാന്തി. അപ്പോഴാണ് ഗുരു ഇറങ്ങി വന്നത്. ആ ഗുരു ഇറങ്ങി വന്നതിന് ശേഷം ഗുരുവിൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ, ശിഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, നീ നേടേണ്ടത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ നേടേണ്ടത്? തന്നിലെ താൻ അസ്തമിക്കണം, തന്നിലെ ഞാൻ ഒഴിയണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും അതാണ്, തന്നിലെ ഞാൻ ഒഴിയണം. ഇത് നിരന്തരമായിട്ട് കേട്ട് 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 ആ ഞാൻ ഒഴിയുന്ന നില എന്നാണോ നിങ്ങൾക്കുണ്ടാകുന്നത്, അന്ന് നിങ്ങൾ ദിവ്യ സ്വരൂപമാകുന്നു. ദാറ്റ് ഈസ് ദൈവം എന്ന് പറഞ്ഞാൽ തന്നിലെ താൻ. ഞാൻ ഇല്ലാതാകുമ്പോൾ ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോ ശരീരത്തിലും സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ദിവ്യ സ്വരൂപം, അതാണ് ദൈവം. നിങ്ങൾ ഓരോരുത്തരും ദൈവങ്ങളാണ്. അനവധി ദൈവങ്ങളില്ല, ദൈവം ഒന്നേ ഉള്ളൂ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സർവഭൂതാദിവാസഃ സാക്ഷി ഛേദ കേവലോ നിർഗുണശ്ച. ആ സ്വരൂപം ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും പട്ടിയിലും പൂച്ചയിലും ഇന്ത്യക്കാരിലും പാകിസ്ഥാൻകാരിലും അറബികളിലും ഒക്കെ ഉള്ള ഏകമായ ആ ദിവ്യ സ്വരൂപം, അതിനെ കണ്ടെത്തുന്നതാണ് ആത്മസാക്ഷാത്കാരം. അതിനെ കണ്ടെത്തുന്നത് എവിടുന്നാണ്? തന്നിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അതിന് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. തിരിച്ചറിയുക, awake to that sense. ആ അറിവ് നിലയിലേക്ക് ഉണരുക. ഗുരുവിനൊന്നും ചെയ്യാനൊക്കില്ല. ഗുരു എന്ന് പറയുന്നത് ഗുരു വെറും ഉപാധി മാത്രമാണ്. നിങ്ങൾ തന്നെയാണത് ചെയ്യേണ്ടത്. ഗുരു വെറും ഒരു ഓടക്കുഴൽ പോലെ. ഓടക്കുഴലിൽ നിന്ന് സംഗീതം വരുന്നു, അത് ഓടക്കുഴലിൻ്റെ അല്ല, ആണോ? അത് വായിക്കുന്നയാളിൻ്റെയാണ്. അതുപോലെ ഗുരു വെറും ഒരു ഓടക്കുഴൽ പോലെയാണ്. ആ ഗുരുവിൽ നിന്ന് വരുന്ന സംഗീതം അവൻ്റെ, ആ ഈശ്വരൻ്റെ, ആ പരമാത്മ ചൈതന്യത്തിൻ്റെ. അതിനെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പരമാത്മ ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയത്തും തൻ്റെ ശ്രദ്ധ ഏതൊരാളാണോ അതിലേക്ക് നിർത്തുന്നത്, അതിലേക്ക് ഉയർത്തുന്നത്. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉയർത്തണം. ഫ്രം ദി ഞാൻ ഭാവ ടു ദ താൻ ഭാവ, ഫ്രം ദി ഇൻഡിവിജ്വൽ ഐ ടു ദ യൂണിവേഴ്സൽ ഐ. ഇൻഡിവിജ്വൽ ഐ ഞാൻ, യൂണിവേഴ്സലായി എന്നും നിറഞ്ഞു നിൽക്കുന്ന സർവാന്തരിയാണ് തന്നിലെ താൻ. അത് ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തിൽ തന്നെ സ്വയം കണ്ടെത്താൻ സാധിക്കും. കണ്ടെത്തണമെങ്കിൽ എന്താ വേണ്ടത്? അറിവ്.
ആ അറിവിലേക്ക് ഉണരണം. ആ അറിവിന് വേണ്ടിയാണ് സത്സംഗത്തിന് പോകുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, യഥാ സിദ്ധരസ സ്പർശാത് താമ്രം ഭവതി കാഞ്ചനം ഗുരുപദേശ ശ്രവണാത് ശിഷ്യ തത്വമയോ ഭവേത്. ഗുരുപദേശ ശ്രവണത്തിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഉപദേശം ഇതാണ്. അത് കേട്ട് 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 എന്താ, ഞാനിതല്ല, ഈ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ വസുമതിയോ ഒന്നുമല്ല, ഞാൻ നാമരൂപരഹിതമായ ആ ചൈതന്യം. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാധിവർത്തി യത് ബ്രഹ്മ തത്വമസി. അതാണ് നീ. ഇവിടെ നിന്റെ ഉള്ളിലിരിക്കുന്ന നിന്റെ യഥാർത്ഥ സ്വരൂപം നിന്നിലെത്താൻ അതറിയുന്ന അവസരത്തിൽ എന്താ പറയുന്നത്? ശ്വേതാശ്വതരോപനിഷത്തില് കൃഷ്ണ യജുർവേദത്തിലെ ഒരു മന്ത്രത്തിൽ പറയുന്നു, ആ ഗുരു പറയുന്നത്, വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഃ പരസ്താത് തമേവ വിദിത്വ അതിമൃത്യുമേതി ന അന്യഃ പന്ഥ വിദ്യതേ അയനായ. ഗുരു പറയുന്നെന്താ? വേദാഹമേദം, ഞാൻ അതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുവിന് അങ്ങനെ പറയാൻ കഴിയുന്നത്. അതിനെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ഗുരു നിങ്ങളോട് ഉപദേശിക്കുന്നത്. അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഇപ്പോൾ ഗുരുവിനെ ഞാൻ ഓഷോയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഓഷോയുടെ 18-ാം അധ്യായം, ഗീത 18-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരുപൗർണമിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം വായിക്കാനിടയാണ്. എന്തുകൊണ്ടാണ് ചന്ദ്രനെ സ്വീകരിച്ചിരിക്കുന്നത്? പൗർണമി ചന്ദ്രനെ അല്ലേ ഗുരുപൗർണമിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഉപാധിയാക്കി സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് സൂര്യനെ സ്വീകരിച്ചില്ല? ചന്ദ്രനാണെങ്കിൽ സ്വയം പ്രകാശ വസ്തുവല്ല, സൂര്യന്റെ പ്രകാശത്തെ പ്രതിബിംബിക്കുക മാത്രമാണ് ചന്ദ്രൻ ചെയ്യുന്നത്. സ്വയം പ്രകാശമുള്ള വസ്തു അല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ചന്ദ്രനെ ഈ ഗുരുപൗർണമിക്ക് ഉപാധിയാക്കി സ്വീകരിച്ചിരിക്കുന്നത്? അതിനാൽ ആഷാഢമാസത്തിലെ പൗർണമി, മിഥുനം കർക്കിടകം മാസത്തിലെ പൗർണമി, ആ മിഥുനം കർക്കിടകം മാസം, ആഷാഢമാസം എന്ന് പറയുന്നത് ശിഷ്യൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലാണ് അത് ശിഷ്യൻ. ഗുരു ആഷാഢമാസത്തിലെ ചന്ദ്രൻ, പൗർണമി ചന്ദ്രൻ. ആഷാഢമാസം പോലെയാണ് ശിഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ജന്മജന്മാന്തരങ്ങളിലൂടെ ആ ശിഷ്യനിൽ നിലനിൽക്കുന്ന അജ്ഞാനത്തിൻ്റെ ഇരുൾ, കാർമേഘാവൃതം. മിഥുനം കർക്കിടകം മാസത്തിലെ ആകാശം കാർമേഘാവൃതം. ശിഷ്യന്റെ അവസ്ഥ അതാണ്. ആ ശിഷ്യനെ പ്രകാശം പരത്തി ആ വസ്തുബോധത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ചന്ദ്രനെ ഉപാധിയാക്കി സ്വീകരിച്ച് ഗുരുപൗർണമിക്ക് ചന്ദ്രനെ സ്വീകരിച്ചിരിക്കുന്നത്. സൂര്യനെ സ്വീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? സൂര്യനെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുമോ? സൂര്യനെ നോക്കിയാൽ കണ്ണ് പീസായി പോകും. സൂര്യൻ്റെ അടുത്തേക്ക് എത്താൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് ചന്ദ്രനെ ഉപാധിയാക്കി സ്വീകരിച്ചിരിക്കുന്നത്. ചന്ദ്രൻ എത്ര കൂർമ്മയുള്ള പ്രകാശമാണ് നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രനെ ഗുരുപൗർണമിക്ക് ഗുരുവിൻ്റെ ഉപാധിയാക്കി സ്വീകരിച്ചിരിക്കുന്നത്. ഈവൻ സൂര്യനിലെ പ്രകാശം പോലും സൂര്യൻ്റെ സ്വന്തം വകയല്ല. ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റേതാണെന്ന് നമ്മൾ പറഞ്ഞുവെങ്കിലും സൂര്യൻ പ്രകാശവസ്തുവാണ്, സ്വയം പ്രകാശവസ്തുവാണ് എന്ന് പറഞ്ഞാലും ആ സൂര്യനും സ്വയം പ്രകാശവസ്തുവല്ല. നത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയം അഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അത് മാത്രമാണ് പ്രകാശിക്കുന്നത്. അത് ഏത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ. ആ ഈശ്വര സ്വരൂപവും മായയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുകയാണ്. മായാരഹിത ചൈതന്യമാണ് ബ്രഹ്മം. മായോപാധികളാൽ
വിദ്യോപാധികമായിട്ടിരിക്കുന്ന തത്വമാണ് ഈശ്വര ചൈതന്യം. അവിദ്യോപാധിക ചൈതന്യമാണ് ജീവചൈതന്യം. നിങ്ങൾ ജീവഭാവത്തിലിരിക്കുന്നത് അവിദ്യയാകുന്ന ഉപാധിയോടുകൂടി. നിങ്ങളിലെ താൻ, ആ ഈശ്വര ചൈതന്യം, മായയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഈ അവിദ്യയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ജീവനും മായയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈശ്വരനും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെ. ഈ രണ്ടിനും അപ്പുറമാണ് നിരുപാധിക ചൈതന്യം. അതാണ് ബ്രഹ്മം. നിങ്ങൾ ഞാനിൽ നിന്ന് തന്നിലെ താനിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ ബ്രഹ്മത്തിലേക്ക് ഉയരുക തന്നെ ചെയ്യും. കാരണം ആ മായ ശുദ്ധ സ്വരൂപമാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യം, സ്വാമിയെ കാണാൻ പോയി കുറേ നേരം കേട്ടു എന്നും ഒരേ കാര്യം തന്നെയാണ് സ്വാമി പറയുന്നത്, എന്നാലും കേൾക്കാം എന്ന് പറഞ്ഞൊക്കെ ചിലരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വെറുതെ കേട്ടോണ്ട് പോകാൻ വേണ്ടി വരരുത്. ആ കേൾക്കുന്ന കാര്യം നിങ്ങളിലേക്ക് നിങ്ങൾ തന്നെ ഉൾക്കൊള്ളിക്കണം. നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. നിങ്ങൾ തടവറയിലാണ്, ഞാനിൻ്റെ തടവറയിലാണ്. ആ തടവറയിൽ കിടന്ന് മരിക്കാൻ നിങ്ങളെ അനുവദിക്കരുത്. വേറെ ആർക്കും അത് ഒന്നും ചെയ്യാനൊക്കെ ഇല്ല. നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ മോചിപ്പിക്കണം. വേറെ ആർക്കും കഴിയില്ല. നിങ്ങളുടെ പണത്തിനോ സമ്പത്തിനോ ഒന്നിനും നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല, ഗുരുവിന് മാത്രം. അതുകൊണ്ടാണ് ഇന്നത്തെ ഫേസ്ബുക്കിൽ ഞാനൊരു ഇതിട്ടിരുന്നത്, ഗുരുദ്വാർ. ഗുരുവാകുന്ന ദ്വാരത്തിലൂടെ നിങ്ങൾക്ക് സ്വരൂപത്തെയും ഈശ്വരനെയും ബ്രഹ്മത്തെയും ദർശിക്കാം എന്ന് ഒരു ചെറിയ പീസ് ആ ഫേസ്ബുക്കിലിട്ടിരുന്നു. ഗുരുവാകുന്ന ദ്വാരത്തിലൂടെ. അതിൻ്റെ അടിയിലിരുന്ന ഗുരുദ്വാർ, ഗുരു പൗർണമി എന്നുള്ള ഹെഡിങ്ങിലാണ് അത് ഇട്ടിരുന്നത്. ഗുരുദ്വാർ, ഗുരുവാകുന്ന ദ്വാരം. ആ ഗുരുവാകുന്ന ദ്വാരത്തിലൂടെ നിങ്ങൾ അതിനെ കാണണം, കാണാതെ കാണണം. ഗുരുവാകുന്ന ദ്വാരത്തിലൂടെ നിങ്ങൾ എവിടെയാണ്, എന്തിനെയാണ് കാണേണ്ടത്? നിങ്ങളെ തന്നെയാണ് കാണേണ്ടത്. ഗുരുവാകുന്ന ദ്വാരത്തിലൂടെ നിങ്ങളിലെ ഞാനിനെ കണ്ട് ഈ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ തന്നെ എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് സദാ അതാണ് ഞാൻ, എന്നിലെ അത് അല്ലേ തത്വമസി. തീർന്നു, സാമവേദം മുഴുവനും തീർന്നു. തത്വമസി, നീ അതാവുന്നു. ഏത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം, തന്നിലെ താൻ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ താൻ, അതാണ് ഈശ്വര ചൈതന്യം. പറഞ്ഞില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. സ്വാമി ആ പദ്യം എനിക്ക് കാണാതറിയാം. എന്ത് പ്രയോജനം? കാണാതറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? ആ ഈശ്വരനെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സ്വരൂപമായിട്ട് ഭാവന ചെയ്ത് കാണണം. യെസ്, ഐ ആം ദാറ്റ്. അതാണ് ഞാൻ. ഈ വസുമതി അല്ല ഞാൻ, നാമരൂപരഹിതമായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ആ സാക്ഷി ചൈതന്യം. സഹ അഹം. അതുകൊണ്ടാണ് സോഹം എന്ന് പറയുന്ന മന്ത്രം ഇങ്ങനെ ഉച്ചരിക്കാൻ പറഞ്ഞത്. ആ മന്ത്രം ചൊല്ലിയാലേ അതിനെ കിട്ടൂ എന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആ ഭാവം മന്ത്രത്തിൻ്റെ സഹായമില്ലാതെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. മന്ത്രം ഒരു ഊന്നുവടിയാണ്. നിങ്ങൾക്ക് സദാസമയവും ഞാൻ അതാണ് എന്ന ഭാവന ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ നാമരൂപധാരിയായ വസുമതി അല്ല ഞാൻ, ഗോപാലകൃഷ്ണൻ അല്ല ഞാൻ, ഔസേപ്പ് അല്ല ഞാൻ, ബഷീർ അല്ല ഞാൻ, നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് എന്നിലെ താൻ. അത് ബ്രഹ്മം തന്നെയാവുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, ആ അനുഭവം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, അഹം ബ്രഹ്മാസ്മി. ഗുരുവിൻ്റെ ഉപദേശവാക്യം എന്താണ്? തത്
തോമസ്, നീ അതാവുന്നു. അതങ്ങോട്ട് അനുഭവത്തിലൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടു കൂടി പറയാം, അഹം ബ്രഹ്മാസ്മി. ആ സാക്ഷി ചൈതന്യം, സ്വാഭാവിക നിലയിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അത് നിരുപാധിക ബ്രഹ്മം തന്നെയാവുന്നു എന്ന് ഗുരുപദേശ ശ്രവണത്തിലൂടെ മനസ്സിലാക്കി ആ ബോധത്തിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടുകൂടി പറയാം, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. സ്വാമി ഇറച്ചി കൂട്ടിയാൽ ഇറച്ചി കൂട്ടിക്കോ, ഒന്നും കുഴപ്പമില്ല. ഇറച്ചി കൂട്ടിയാലും ശരി, മീൻ കൂട്ടിയാലും ശരി, ഇറച്ചിയൊക്കെ കൂട്ടിയാലെന്തോ അതിൻ്റെ രാജസ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് നടക്കേണ്ടി വരും. സത്വ രജസ് തമോ ഗുണങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് നിങ്ങളിൽ ഉണ്ടാകുന്നത്. ഇറച്ചി കഴിച്ചെന്ന് പറഞ്ഞോ മീൻ കഴിച്ചെന്ന് പറഞ്ഞോ ഈ അറിവൊന്നും ഇല്ലാതാവുകയില്ല. പക്ഷെ ആ അറിവ് അനുഭവ തലത്തിലേക്ക് ഉയരണമെങ്കിൽ സാത്വിക ഭാവം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് സാത്വിക ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയും. എന്നാൽ ചില വീരന്മാരുണ്ട്, അവർക്ക് എന്ത് കഴിച്ചാലും അതൊന്നും ബാധകമല്ല. ആ അറിവിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ യെസ് ആൻഡ് ദാറ്റ്, ഞാൻ കഴിക്കുന്നതൊന്നും എന്നെ ബാധിക്കില്ല. അതെങ്ങനെ എന്നെ ബാധിക്കുന്നത്? ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. വേദാഹ, ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താ? വേദാഹമേദം പുരുഷം മഹാന്തം. ആ മഹാനായ പുരുഷനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കും പറയാം. ആ ഗുരു ശ്വേതാശ്വതര മഹർഷി ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാം. ഈ കേൾക്കുന്ന കാര്യം നിങ്ങൾക്കങ്ങനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി ഞാനും അത് തന്നെയാണ്. വേദാഹമേദം, ഞാൻ അതിനെ അറിഞ്ഞിരിക്കുന്നു. ആ പുരുഷനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. സർവാന്തര്യാമിയായ ആ പുരുഷനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഹ പരസ്താത്. സർവ്വ ഇരുട്ടിനും അപ്പുറം നിൽക്കുന്ന ആ ആദിത്യനെ പോലെ ശോഭിക്കുന്ന ആ പ്രകാശസ്വരൂപം. ആ പ്രകാശസ്വരൂപം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മുമ്പിൽ ഒരിക്കൽ ബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവർ ആരാണ്? അഗ്നി, വായു, ഇന്ദ്രൻ. ദേവന്മാരും അസുരന്മാരും കൂടെ നടന്ന യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാർ തങ്ങളുടെ മിടുക്കുകൊണ്ടാണ് ജയിച്ചത് എന്നുള്ള അഹങ്കാരത്തോടുകൂടി കഴിയാൻ തുടങ്ങിയപ്പോൾ ഇവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ബ്രഹ്മം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് യക്ഷപ്രശ്നം. ആ യക്ഷരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ബ്രഹ്മസ്തംഭം, ജ്യോതിസ്തംഭത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആളുകൾക്ക്, ദേവന്മാർക്ക് മനസ്സിലായില്ല ഇതാരാണ്, ഇതെന്താണ് എന്ന് മനസ്സിലായില്ല. അപ്പോൾ അഗ്നിയോടാണ് ആദ്യം പറഞ്ഞത്, നീ പോയി ഒന്ന് അന്വേഷിച്ചു വരും, എന്താണെന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞു. അഗ്നി നേരെ അന്വേഷിച്ച് പോയി. അവിടെ പോയി, ആരാണത്, ആരാണ്, എന്താണ്, നീ ആരാണെന്ന് ചോദിച്ചു. ഞാൻ അഗ്നിയാണെന്ന് പറഞ്ഞു. എന്താ നിൻ്റെ വിശേഷം, നിൻ്റെ പ്രത്യേകത, നിൻ്റെ പ്രാഗൽഭ്യം എന്താണ്? എനിക്ക് എല്ലാത്തിനെയും ഭസ്മമാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ, ഒരു പുൽക്കൊടി എടുത്തിട്ട് കൊടുത്തു, ഇതിനെ ഭസ്മമാക്കാൻ. അഗ്നി എത്ര വിചാരിച്ചിട്ടും അതിനെ ഭസ്മമാക്കാനേ കഴിയില്ല. തോറ്റു പിൻവാങ്ങി ഇന്ദ്രൻ എന്ന് പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അഗ്നി ആദ്യം പറഞ്ഞു, ഞാൻ ആരാണ്, ഞാൻ എന്താ ജാതവേദസാണ് എന്നാണ് പറഞ്ഞത്. വായുവിനോട് പറഞ്ഞു, നീ പോയി ഒന്ന് നോക്കാൻ പറഞ്ഞു. വായു ഇതുപോലെ ബഹളം കാണിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ പോയി കണ്ടുപിടിച്ച് വരാം. ആ യക്ഷത്തിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് നീ ആരാണെന്ന് ചോദിച്ചു. നീ ആദ്യം ആരാണെന്ന് പറ. ഞാൻ വായുവാണ്, മാതരിശ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താ നിൻ്റെ വൈഭവം? എന്തിനേയും അടിച്ച് പറത്താൻ എനിക്ക് കഴിയും. എന്നാ പിടിച്ചോ പറഞ്ഞ് ഒരു പുൽക്കൊടി എടുത്തിട്ട് കൊടുക്കും, ഇതിനെ ഒന്ന് അടിച്ച് പറത്താൻ. വായു എത്ര വിചാരിച്ചിട്ടും ആ പുൽക്കൊടിയെ അടിച്ച് പറത്താൻ കഴിയും. തിരിച്ചു ഇന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ടും അറിയാൻ കഴിയുന്നില്ല, ഇനി അങ്ങ് തന്നെ പോയി കണ്ടെത്തണമെന്ന് പറഞ്ഞ് മൂന്നാമത് ഇന്ദ്രൻ ആ യക്ഷത്തിൻ്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ ആ യക്ഷം അപ്രത്യക്ഷമായി. അപ്പോൾ മൂന്നുപേരും കണ്ടു. അഗ്നി കണ്ടു, വായു കണ്ടു, ഇന്ദ്രനും കണ്ടു. പക്ഷേ കണ്ട ഉടനെ തന്നെ അപ്രത്യക്ഷമായി. ആ സ്ഥാനത്ത് ഒരു സുന്ദരിയായ സ്ത്രീ നിൽക്കും. ഉമ. ആ ഉമയാണ് പറഞ്ഞു കൊടുത്തത്. അത് ബ്രഹ്മമാണ്.
അങ്ങനെ ബ്രഹ്മത്തെ കണ്ടിട്ടുള്ള 3 പേരുടെ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. അഗ്നി, വായു, ഇന്ദ്രൻ. ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുന്നു, നിങ്ങൾക്കും കാണാം. എങ്ങനെ? കാണാതെ കാണാം. നിങ്ങൾക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന തന്നിലെ ഞാനിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിലേക്ക്, തൻ്റെ യഥാർത്ഥ ഞാനിലേക്ക്, തൻ്റെ സ്വരൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞാൽ മാറ്റണം. മാറ്റിയില്ലെങ്കിൽ എന്താ അവസ്ഥ? ഏത് നിമിഷവും ചത്തുപോകാം. ഇപ്പൊ സ്വാമി റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വണ്ടി വന്നിടിച്ച സ്വാമിയുടെ കാറ്റ് പോയി. നിങ്ങളുടെ ആരെങ്കിലും പേര് പറഞ്ഞാൽ എന്നാലും എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് ദേഷ്യം പറ്റില്ല. സ്വാമിയുടെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു കാറ് വന്ന് കയറിയാൽ സ്വാമിയുടെ അവസ്ഥ അവിടെയാണ് തീരേണ്ടതെങ്കിൽ തീർന്നിരിക്കും. അതിന് മുൻപ് ഈ കേൾക്കുന്ന അറിവ് നിങ്ങളിൽ ഉറപ്പിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം പോലും വിടാതെ നിങ്ങൾ ഉറപ്പിക്കണം. സഹ അഹം സോഹം സോഹം. സോഹം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞു കേട്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാവത്തിൽ, നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടായിരിക്കണം. ഈ നാമരൂപരഹിതമായ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അതാണ് എൻ്റെ സ്വരൂപം. സഹ അഹം സോഹം, അല്ലെങ്കിൽ ശിവോഹം. ശിവോഹം, ശിവം, മംഗളസ്വരൂപം. ശിവം പോയാൽ ശവം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, ആ മംഗളസ്വരൂപം. നിങ്ങളതിനെ ഭാവന ചെയ്തു സദാസമയവും നിങ്ങളിൽ കണ്ടുകൊണ്ട് അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ബോധിക്കണ്ട. ഒരു ഗുരു പറയുന്നത് കേട്ട് നിങ്ങൾ ബോധിക്കണ്ട. നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ മംഗളസ്വരൂപം മറഞ്ഞാൽ എന്താ അവസ്ഥ? ശവം. ശരിയല്ലേ? ആരാ അങ്ങനെ അല്ലാതാകുന്നത്? അപ്പോൾ പിരിയുന്ന ആ വസ്തു ശിവം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കുമുണ്ട്. കാരണം എന്താ? നിങ്ങൾ മൃഗങ്ങളല്ലല്ലോ, മനുഷ്യരല്ലേ? തിരിച്ചറിവുണ്ടല്ലോ. മൃഗങ്ങൾക്കാണെങ്കിൽ തിരിച്ചറിവില്ല, മനുഷ്യർക്ക് തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവുള്ള മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടും ഇതിനെ തിരിച്ചറിയാതെയാണ് മരിക്കുന്നത് എങ്കിൽ എന്താ സംഭവം? വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം, വീണ്ടും മരിക്കണം. ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും. അതിനെയാണ് സംസാര സാഗരത്തിൽ പൊങ്ങിയും കഴിയുന്നത് എന്ന് പറയും. പ്രായമായ ആളുകളോടൊക്കെ ചോദിച്ചാൽ, അമ്മച്ചി ഇനി അടുത്ത ജന്മം ആരാകണം എന്ന് അമ്മച്ചിയോട് ചോദിച്ചാൽ, മതിപുള്ള ഇനി ജന്മമേ വേണ്ട, ജനിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞാൽ ജനിക്കാതിരിക്കാൻ ഒക്കുമോ? ഇനി ജന്മമേ വേണ്ട എന്ന് അമ്മച്ചി പറയുന്നു. ജന്മം കിട്ടാതിരിക്കില്ലല്ലോ, ജനിച്ചേ വെക്കൂ. ജനിക്കാതിരിക്കണമെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ജന്മമില്ലാത്ത ആ വസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഉയർത്തണം. ഞാനിൽ നിന്ന് മരണമില്ലാത്ത തന്നിലെ താനിലേക്ക് ഉയർത്തി അതിൽ സ്ഥിരപ്രതിഷ്ഠിതമാക്കണം നിങ്ങളുടെ ശ്രദ്ധയെ. ശ്രദ്ധാവാൻ ബലവാൻ ഭവതി. യോ യശ്രദ്ധഃ സ ഏവ സഃ. ഏതൊരുവന്റെ ശ്രദ്ധയാണോ അതിൽ തന്നെ ഇരിക്കുന്നത്. 24 മണിക്കൂർ. വേറെ നിങ്ങൾ ബാക്കിയുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ കളയൂ. ഇല്ല, 24 മണിക്കൂർ ചീട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. നേരം വെളുത്ത ഉറങ്ങുന്നത് വരെ, വൈകുന്നേരം ഉറങ്ങുന്നത് വരെ ചീട്ട് കളിക്കുന്ന സമയം ഇങ്ങനെ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും മറ്റുള്ളവരെ ദൂഷ്യം പറഞ്ഞുകൊണ്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളെ ആലോചിച്ച് നോക്കി, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സമയം പാഴാക്കി കളയുന്നത്. മറ്റുള്ള ആരെക്കുറിച്ച് നിങ്ങൾ വിചാരം ചെയ്യണ്ട. നിങ്ങൾ ഓരോരുത്തരും അവരവരെ തന്നെ ഒന്ന് പരിഗണിച്ചു നോക്കൂ. നിങ്ങൾ എത്ര സമയമാണ് പാഴാക്കി കളയുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് 1 മിനിറ്റ് പോലും പാഴാക്കാതെ നിങ്ങളുടെ ശ്രദ്ധയെ
നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന നിങ്ങളിലെ യാഥാർത്ഥ്യം, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം തന്നിലെത്താൻ എല്ലാവരിലും ഉണ്ട്. അവിടെ ജാതി മത പരിഗണനകളൊന്നുമില്ല. ഞാൻ കുറഞ്ഞ ജാതിയെന്നോ കൂടിയ ജാതിയെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ സർവ്വ ആളുകൾക്കും. അതാണ് ഭാരതീയ സനാതന ധർമ്മത്തിൻ്റെ മഹത്വം, സനാതന മതത്തിൻ്റെ മഹത്വം. ഇത് ഭാരതീയർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ഭൂമിയിലുള്ള അണ്ഡകടാഹത്തിലുള്ള നമ്മുടെ സൗരയൂഥത്തിൽ മാത്രമല്ല, എല്ലാ സൗരയൂഥങ്ങളിലുമുള്ള സർവ ജീവരാശികൾക്കും വേണ്ടിയുള്ളതാണ് ഈ അറിവ്. വേറെ ഒരു സ്ഥലത്തും ഈ അറിവില്ല. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള അറിവാണ്. അത് നമ്മുടെ തനത് അറിവായിട്ടിരുന്നിട്ടും നമ്മൾ ഓരോരുത്തരും ഇതുവരെയും അതിനെക്കുറിച്ച് വിചാരം ചെയ്തിട്ടില്ല, അതിനെ മഹത്വവൽക്കരിച്ചിട്ടില്ല, അതിനെ സ്വായത്തമാക്കിയിട്ടില്ല. നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ്, തൃണവൽക്കരിച്ചിരിക്കുകയാണ്. അതങ്ങനെ കളയാതെ ഈ ശരീരമാണ് ഞാനെന്നുള്ള ബോധത്തെ വിട്ട്, അതാണ് വിചാരബിന്ദു ഉപനിഷത്ത് പറയുന്നത്, ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവതി സച്ചിദാനന്ദ സ്വരൂപഃ അഹമിതി മന്യമാനഃ ബ്രഹ്മൈവ ഭവതി. ആ സച്ചിദാനന്ദ സ്വരൂപം, എന്നിലെ താൻ, ആ സാക്ഷി ചൈതന്യം, അത് സ്വോപാധിക ചൈതന്യം. ഉപാധി വിട്ടുമാറിയാൽ നിരുപാധിക ചൈതന്യം, സച്ചിദാനന്ദ സ്വരൂപം, ആ ബ്രഹ്മം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ഇതുപോലെ കേട്ട് ആ അറിവിലേക്ക് സ്വയം ഉണർന്ന് സദാസമയവും ഊണിലും ഉറക്കത്തിലും എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് പാത്രം തേക്കുന്ന അവസരത്തിലും നിങ്ങൾക്ക് സോഹം 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 സോഹം, മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലും സോഹം സോഹം സോഹം, അരി വെച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് സോഹം സോഹം, മരിച്ചീനി വെട്ടി വിറവ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും സോഹം സോഹം. ഏത് സമയത്തും ആർക്കും ചെയ്യാം. ആ ഭാവം നിലനിർത്തിക്കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. ഒരു കർമ്മത്തിൽ നിന്നും ഒഴിയരുത്. ആ കർമ്മത്തിൽ നിന്നും ഒഴിഞ്ഞതാണ് ബുദ്ധമതത്തിന് പറ്റിയ അധപ്പതനം. ജോലി ചെയ്യാൻ ആളില്ല, എല്ലാം വിട്ടു. അങ്ങനെ വിടരുത്. ലൗകികത്തിൽ നിന്ന് വിടാൻ ആർക്കും കഴിയില്ല. പ്രാരബ്ധാനുസാരം എല്ലാവർക്കും അവസാനം വരെ, അവസാന ശ്വാസ പര്യന്തം എന്തെല്ലാം കർമ്മങ്ങളിൽ വ്യാപരിക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം ചെയ്തേ ഉള്ളൂ. അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ അറിവിലേക്ക് നിങ്ങളെ സ്വയം ഉയർത്തുക. ആ ലൗകികത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പിന്നെന്താ, ഇതിന് എന്തെങ്കിലും പാടുണ്ടോ? എന്തെങ്കിലും പാടുണ്ടോ? ഈ അറിവ് ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ഭാവന ചെയ്യുന്നതിന് എന്ത് തടസ്സം? ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ കർമ്മഫലം അനുഭവിച്ചു തന്നെ തീർക്കണം. ഏതെല്ലാം അവസ്ഥകളിലാണോ ഒരാൾ ജനിച്ചിരിക്കുന്നത് അതെല്ലാം കർമ്മഫലാനുസാരം വന്നു ഭവിച്ചിരിക്കുന്നതാണ്. കണ്ടില്ലേ അംബാനിയുടെ മകൻ ഇല്ലേ? അംബാനിയല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞത്, ലേറ്റസ്റ്റ് കല്യാണം. 11 വർഷം പ്രണയിച്ച കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. പക്ഷെ പ്രണയിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ പയ്യൻ സുന്ദരനായിരുന്നു, ആ കുട്ടിയും സുന്ദരിയായിരുന്നു. പക്ഷെ അതിനുശേഷം മാരകമായ രോഗത്തിന് വിധേയമായി ആ ശരീരം ഒരു ഭീമാകാരമായിട്ട് തീർന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത തരത്തിലുള്ള ഒരു രൂപമായി തീർന്നു. എങ്കിലും ആ സ്ത്രീ, ആ കുട്ടി അയാളെ തന്നെ കല്യാണം കഴിഞ്ഞിരിക്കുന്നതാണ് പ്രണയം. തൻ്റെ ശരീരം ഇങ്ങനെ മാറിപ്പോയിട്ടും ഇത്രയും രോഗം പിടിപെട്ടിട്ടും ആ കുട്ടി ആ അംബാനിയുടെ മകനെ തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നു. അത് വിധിക്കനുസരിച്ചാണ്, എല്ലാം വിധിക്കനുസരിച്ചാണ്. വിധി വിഹിതം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുന്ന ഭർത്താക്കന്മാർ, നിങ്ങൾക്ക് തോന്നും മറ്റത് മതിയായിരുന്നു ഇല്ലേ?
അല്ലെങ്കിൽ ഭാര്യമാകും. ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതാകുമായി തീരുമാനം തെറ്റി. എന്താ വിധി? വിധി ആർക്കും മാറ്റാൻ പറ്റില്ല. നമ്മളെ പോലെ ഇരിക്കുന്ന ആൾക്കാർ ഇല്ല. ഇനി ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇന്നലെ കണ്ടില്ല 65 വയസ്സായ ഒരാൾ കല്യാണം കഴിച്ച് കതിരമണ്ഡപത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഒരു പടം കണ്ടു. 72 വയസ്സ്. അതുകൊണ്ട് നമുക്കതൊക്കെ കഴിഞ്ഞു. 80 72 വയസ്സായി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമിക്ക് ഇനിയും കാലമുണ്ട്. നമ്മൾ റെഡിയാണെങ്കിൽ നമുക്കൊന്നും കുഴപ്പം. എന്തെല്ലാമാണോ പ്രാരബ്ധാനുസാരം വന്നു ഭവിക്കേണ്ടതായിട്ടുള്ളത് എല്ലാം വന്നു ഭവിച്ചിരിക്കും. എല്ലാത്തിനെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ബി വിത്ത് ഇറ്റ്. നമുക്കതിനകത്തൊരു ഒരു ഒരു വേണ്ടായികയുമില്ല. എന്നാൽ വിധിക്കപ്പെട്ടിരിക്കുന്നതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകും. ആ വിധിയെയും നമുക്ക് മതിയാൽ വെല്ലലാം. തിരിച്ചറിവിലൂടെ നമ്മൾ അറിഞ്ഞ് ആ വിധിയിലേക്ക് ചാടിപ്പോകാതെ വഴിമാറിപ്പോകാൻ നമുക്ക് സാധിക്കും. തിരിച്ചറിവിലൂടെ അതിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഭാഗ്യവാന്മാർ. എത്രയോ ഭാഗ്യവാന്മാർക്ക് മാത്രമാണ് അതിനുള്ള അവസരം കിട്ടുന്നത്. എന്നാൽ ഈ തരത്തിൽ കുടുംബ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ നിർഭാഗ്യവാന്മാരാണോ എന്ന് ചോദിച്ചാൽ അല്ല. എങ്ങനെ നിർഭാഗ്യവാന്മാരാകുന്നത്? അവർക്ക് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ആ ഈശ്വരീയതയിലേക്ക് ഉയരാമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ടെങ്ങനെ അവര് നിർഭാഗ്യവാന്മാരാകുന്നത്? ഈ എല്ലാ പ്രാരബ്ധങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ആ ദിവ്യ നിലയിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാൻ സാധിക്കും. അതൊന്നും പ്രാരബ്ധമൊന്നും ഇതിന് തടസ്സമല്ല. പ്രാരബ്ധമെല്ലാം കർമ്മഫലാനുസാരം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ തരത്തിലുള്ള സത്സംഗം കേൾക്കാനുള്ള അവസരം കിട്ടണം. ശ്രവണായ ബഹുഭൂയോ ന ലഭ്യ. കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല. എന്തുകൊണ്ട്? അങ്ങനെ കേട്ട് ഇവൻ അങ്ങോട്ട് പോകണ്ട. കാരണം കാലം നമ്മെ നമ്മുടെ പ്രാരബ്ധം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റിടത്തേക്ക് വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് കേൾക്കാൻ പോലും അവസരം കിട്ടുകയില്ല. കേട്ടാലോ തിരിച്ചറിയാനും കഴിയുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിലുള്ള സത്സംഗം ഈ സ്വാമിയിൽ നിന്നല്ല, ഏത് സ്വാമിയിൽ നിന്നാണ് രമേശ് സാറ് അദ്ദേഹത്തിൻ്റെ കരമന ഇത് തന്നെ നിരന്തരമായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. യോഗവാസികൾ അല്ലേ? ആ യോഗവാസികൾ നിരന്തരമായിട്ട് വസിഷ്ഠൻ രാമൻ ഉദ്ദേശിച്ചു കൊടുക്കപ്പെട്ടു. അതും ഈ ജ്ഞാനം തന്നെയാണ്. അപ്പോൾ എവിടെയെല്ലാം ഈ തരത്തിലുള്ള അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കിട്ടൂ. അങ്ങനെ പറയുന്ന ഗുരുക്കന്മാർ അത്യപൂർവങ്ങളാണ്. അതുകൊണ്ട് ആ അവസരം കിട്ടിയാൽ നിങ്ങൾ കിട്ടുന്ന അറിവ് പാഴാക്കാതെ ഓരോരുത്തരും തൻ്റെ ശ്രദ്ധയെ താനിലേക്ക് ഉയർത്താനായിട്ട് സദാ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഈ നില നിങ്ങളും കൈവരിക്കണം. വേദാഹമേദം പുരുഷം മഹാന്തം എന്ന് പറയാൻ നിങ്ങൾക്കും കഴിയാൻ, നിങ്ങൾക്കും അതിനുള്ള സാമർഥ്യം നിങ്ങൾ ഉണ്ടാക്കണം. വേദാഹമേദം പുരുഷം മഹാന്തം ആദിത്യവർണം തമസഹ പരസ്താത് തമേവ വിദിത്വ. അതിനെ അറിഞ്ഞാൽ മാത്രമേ തമേവ വിദിത്വ അതിമൃത്യുമേതി. മൃത്യുവിനെ അതിജീവിക്കാൻ സാധിക്കൂ. മരണത്തെ അതിജീവിക്കാൻ സാധിക്കൂ. മരണത്തെ അതിജീവിക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ എന്താ? ഈ ശരീരം മരിക്കും. ശരീരം നശിക്കുന്നതിനെയാണല്ലോ നമ്മൾ മരണമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നതല്ല, ശരീരത്തിൻ്റെ നാശമാണ്. ശരീരം നശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മരണമില്ലാത്ത താനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ മാറ്റി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു നിമിഷം പോലും പാഴാക്കാതെ നിങ്ങൾ ഓരോരുത്തരും ആ മരണം ഏത് നിമിഷം വരുന്നു എന്നറിഞ്ഞുകൂടാ. ഈ നിമിഷം തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശ്രദ്ധയെ താനിലേക്ക് ഉയർത്താൻ ആ മന്ത്രം സദാസമയവും ചൊല്ലാം.
സോഹം 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 എന്ന് പറഞ്ഞാൽ എന്താണ്? സഹ അഹം. അത് ഞാനാണ്. ഏത്? എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് സഹ അഹം, അതാണ് ഞാൻ. അല്ലെങ്കിൽ ശിവോഹം ശിവോഹം ശിവം, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ മംഗളസ്വരൂപം. ആ മന്ത്രം പറയുമ്പോൾ ഈ ഭാവന നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അതിനെ കാണാതെ കാണണം, ആ സാക്ഷി ചൈതന്യത്തെ കാണാതെ കാണണം. തൻ്റെ യഥാർത്ഥ സ്വരൂപം ഈ നാമരൂപധാരിയായ ഞാനല്ല, നാമരൂപരഹിതമായിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം, ആ ഈശ്വര സ്വരൂപം എന്ന ബോധത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉയർത്താനുള്ള അവസരമാണ് ഈ ഗുരുപൗർണമി ദിവസത്തിൽ ഈ ആത്മവിദ്യാവേദിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ആ നില നിങ്ങളിൽ ശാശ്വതമായി ഭവിക്കട്ടെ. മരണമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു.